ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് 3 ഭാഗങ്ങളാക്കി മാറ്റി മുറിച്ച് വെച്ചിട്ടുണ്ട്. മീൻ മുട്ട ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചീനി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേവിക്കാനായിട്ട് അടുപ്പയിലോട്ട് മാറ്റി വെച്ചു. അടുത്തായിട്ട് തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് തേങ്ങയിട്ട് മസാലപ്പൊടി എല്ലാം ഇട്ട് അരച്ചെടുക്കണം. കടുക് വറുത്ത് വെച്ചേക്കുന്നതിനകത്ത് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് പച്ചമുളകും ഇട്ട് ഉപ്പും ചേർത്ത് കുറച്ച് നേരം തിളയ്ക്കാൻ വെച്ചേക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് മാങ്ങ ഇടുന്നുണ്ട്. നല്ല പുളിയും മാങ്ങയായിരുന്നു ഇട്ട് വെച്ചത്. അതിനുശേഷം മീൻകറി നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് മീനൊക്കെ ചേർത്ത് നല്ല കണക്കൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇനി കുറച്ച് പറ്റിക്കണം. അടുത്തായിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടെ നല്ല കണക്ക് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല കണക്ക് മീൻ പുരട്ടി വെച്ചു. നേരത്തെ വന്ന് വന്ന ചീനിക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല കണക്ക് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി എന്തായാലും പച്ചക്കറി വേണമെന്നുള്ളതുകൊണ്ട് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് വെണ്ടയ്ക്കും സവാളയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊച്ചൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചു. പിന്നെ മീൻ പൊരിച്ചെടുത്തു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാങ്ങ ഇരുന്നത് ചെത്തി കഴിച്ചു. പുളിയും മധുരം എല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എൻ്റെ ഉച്ചയൂണ് റെഡി. അപ്പോൾ എത്ര ഉള്ള കാശ് ഞാൻ പോയി ഉച്ചയൂണ് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.